പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നോട് ചെയ്യുന്ന 10ാം ക്ലാസ്സുകാരുടെ മാത്സ് തേർഡ് ലെസൺ സാധ്യതകളുടെ ഗണിതം അഥവാ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠത്തിലെ അവസാന ഭാഗമാണ്. ഓൾറെഡി 7 ഭാഗങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം. അതുകൂടാതെ ആദ്യ 2 പാഠങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം. ഇന്ന് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് 78-ലെ അവസാന 2 ചോദ്യങ്ങളാണ്. ആ പാഠത്തിലെയും അവസാന 2 ചോദ്യങ്ങൾ തന്നെയാണ്. ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 2 അക്ക സംഖ്യകളെല്ലാം വെവ്വേറെ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. കണ്ടോ, 2 അക്ക സംഖ്യകൾ എല്ലാം. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? ഈ 2 അക്ക സംഖ്യകൾക്ക് പകരം 3 അക്ക സംഖ്യകളായാലും, അങ്ങനെ 2 ചോദ്യങ്ങളാണ്. 2 അക്ക സംഖ്യകളായാലും കണ്ടുപിടിക്കണം, ഉള്ള സാധ്യതയും കണ്ടുപിടിക്കണം. 3 അക്ക സംഖ്യകളായാലുള്ള സാധ്യതയും കണ്ടുപിടിക്കണം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. Each 2-digit number is written on a paper slip and these are put in a box. അപ്പോൾ ഓരോ 2-digit നമ്പറും പേപ്പർ സ്ലിപ്പിൽ എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. What is the probability that the product of the digits of a number drawn is a prime number? അങ്ങനെ എടുക്കുന്ന നമ്പറിന്റെ ഡിജിറ്റുകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം ഒരു പ്രൈം നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇഫ് 3-digit numbers are used instead? അപ്പൊ 2-digit നമ്പറിന് പകരം പകരം 3-digit നമ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ എന്നാണ് ചോദിച്ചത്. അപ്പൊ 2 ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അതായത് ഒരു 2 അക്ക സംഖ്യകളെല്ലാം എഴുതി ഒരു ബോക്സിൽ ഇട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2 അക്ക സംഖ്യകൾ എവിടെ നിന്ന് എവിടെ മുതൽ തുടങ്ങുന്നു? 10 മുതൽ 99 വരെ. ഇതിനു മുമ്പ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഈ 2 അക്ക സംഖ്യകൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നുള്ളത്. 10-ൽ തുടങ്ങി 99-ൽ അവസാനിക്കുന്നതാണ് 2 അക്ക സംഖ്യകൾ. ഓക്കെ, അതിലെ ഡിജിറ്റുകൾ തമ്മിൽ ഗുണിച്ചാൽ പ്രൈം നമ്പർ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതണം. എന്നിട്ട് അതിന്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം ടോട്ടൽ എത്ര സംഖ്യകൾ കണ്ടുപിടിക്കാം. അതാണല്ലോ നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നത്. അപ്പൊ ആകെ എത്ര 2-digit നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം എഴുതാം. 2-digit നമ്പേഴ്സ്, ടോട്ടൽ 2-digit നമ്പേഴ്സ് എത്ര ഉണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2 അക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ഒരക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യ കുറച്ചാൽ മതിയാവും. കണ്ടോ, 2 അക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യയാണ് 99. ഒരക്കത്തിലെ ഒരു സിംഗിൾ ഡിജിറ്റിലെ ഏറ്റവും വലിയ സംഖ്യയാണ് 9. അത് കുറച്ചാൽ മതിയാവും. അപ്പൊ ഉത്തരം എന്ത് കിട്ടും? 90 കിട്ടും. അപ്പൊ 2 അക്ക സംഖ്യകൾ തുടങ്ങുന്നത് 10-ല്, അവസാനിക്കുന്നത് 99-ൽ. അപ്പൊ ചിലരെല്ലാം തെറ്റി 99-ൽ നിന്ന് 10 കുറച്ച് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ആൻസർ തന്നെയാണ്. കാരണം 10 കുറയ്ക്കാൻ പാടില്ല. കാരണം 10 ഇതിലുള്ളതാണ്, അതുകൊണ്ട് അത് കുറയ്ക്കാൻ പാടില്ല. ഇതിലില്ലാത്ത അവസാന സംഖ്യ 9 ആണ്. അതുകൊണ്ട് 99-ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് എന്റെ ലോജിക്. ഓക്കെ, ഇനി ആ 90 സംഖ്യകൾ ഏതൊക്കെയാണ്? 10-ന് 99-ന് ഇടയ്ക്ക്, അതായത് 10, 11, 12, 13 ആൻഡ് സോ ഓൺ, അങ്ങനെ പോയി 99 വരെയുള്ള സംഖ്യകളാണ്. ഓക്കെ, ഇതിൽ അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ വരുന്ന സംഖ്യകൾ ആരൊക്കെയാണ് നോക്കാം. ആരൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ? ആരൊക്കെയാണ്? അതൊക്കെ നമുക്ക് എഴുതാം. 2, 3, 5, 7, 11, 13, 17 അങ്ങനെ പോകും. ഓക്കെ, ഇതാണ് അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യകൾ എന്നാൽ ഇതിന്റെ ഘടകമായി വരുന്നത്, ഫാക്ടറായിട്ട് വരുന്നത് 1-ഉം ഈ സംഖ്യയും മാത്രമേ കാണുള്ളൂ. 2-ന്റെ ഘടകങ്ങൾ 1-ഉം 2-ഉം ആണ്. 3-ന്റെ ഘടകങ്ങൾ 1-ഉം 3-ഉം ആണ്. 5-ന്റെ ഘടകങ്ങൾ 1-ഉം 5-ഉം ആണ്. 7-ന്റെ ഘടകങ്ങൾ 1-ഉം 7-ഉം ആണ്. അങ്ങനെ ഘടകമായി, ഫാക്ടറായി 1-ഉം ഈ സംഖ്യയും മാത്രം വരുന്ന സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രീവിയസ് വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, മറ്റ് 2 സംഖ്യകൾ ഗുണിച്ചാൽ ഈ സംഖ്യകൾ കിട്ടില്ല. കേട്ടോ, 1-ഉം ഈ സംഖ്യ അല്ലാതെ വേറൊരു സംഖ്യ ഗുണിച്ചാൽ ഇത് കിട്ടില്ല. ഇനി മറ്റൊരു പ്രത്യേകതയോടെ പറയാം. 25 വരെയുള്ള സംഖ്യകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, പോരാ 99 വരെ എഴുതണം. നമുക്ക് നോക്കാം. ഇതിൽ 10-ല് 2 ഡിജിറ്റ് തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ പ്രത്യേകം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1 0 കൂടെ ഗുണിച്ചാൽ എന്ത് വരും? 0 ആണ്. ഓക്കെ, അത് അഭാജ്യ സംഖ്യ അല്ല. 1 കൂടെ ഗുണിച്ചാലോ 1 ആണ്. അതും അഭാജ്യ സംഖ്യയല്ല. അഭാജ്യ സംഖ്യ തുടങ്ങുന്നത് 2-ലാണ്. 1-ഉം 2-ഉം കൂടെ ഗുണിച്ചാലോ 2 അഭാജ്യ സംഖ്യയല്ലേ. അപ്പൊ നമുക്ക് ആവശ്യമായ ആദ്യ സംഖ്യ 12 ആണ്. 12-ൽ 1-ഉം 2-ഉം കൂടെ ഗുണിച്ചാൽ അഭാജ്യ സംഖ്യ വരും. അടുത്ത നോക്കൂ, 13
കണ്ടോ, 1 3 കൂടെ ഗുണിച്ചാൽ എന്ത് വരും? 3 വരും. രണ്ടാമത്തെ അഭാജ്യ സംഖ്യ കിട്ടും. അപ്പൊ അടുത്ത ഗുണനഫലം പ്രോഡക്റ്റ് പ്രൈം നമ്പർ വരുന്ന അടുത്ത സംഖ്യ 13 ആണ്. 14 കിട്ടും. 1 4 4 4 അഭാജ്യ സംഖ്യയല്ല. 5 5 5 അഭാജ്യ സംഖ്യയാണ്. അപ്പൊ അടുത്ത സംഖ്യ 15 ആണ്. 16 വരുമോ? ഇല്ല. 1 6 6 പ്രൈം നമ്പർ അല്ല. 17 7 7 ഉണ്ടോ? അതെ, ഇതും 7 പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് 17 വരും. 18 വരില്ല. 19 വരുമോ? ഇല്ല. 20 വരില്ല. 21 21 എന്ന് പറയുമ്പോൾ 2 1 കൂടെ ഗുണിക്കുമ്പോൾ 2 വരും. ഓക്കെ. അടുത്ത 22 2 4 3 2 6 4 2 8 5 2 10 ഇതൊന്നും വരില്ല. അപ്പൊ അവസാനം വന്നത് 1 2 2 അല്ലേ? ഇനി 3 ഇതേപോലെ വരുന്നത് ആരായിരിക്കും? 31 ആയിരിക്കും. ഓക്കെ. 5 ഇതേപോലെ വരുന്ന സംഖ്യ ആരായിരിക്കും? 51 ആയിരിക്കും. 7 ഇതേപോലെ വരുന്നത് 71 ആയിരിക്കും. ഓക്കെ. ഈ 11 വരുമോ? സത്യത്തിൽ ഒറ്റ സംഖ്യകളല്ലാതെ, ഇങ്ങനെ ചോദിച്ചാൽ ഒറ്റ സംഖ്യകളല്ലാതെ, അതായത് സംഖ്യകളുടെ ഗുണനഫലം ഒറ്റ സംഖ്യയായ അഭാജ്യ സംഖ്യകൾ മാത്രമേ, പ്രൈം നമ്പേഴ്സ് മാത്രമേ വരികയുള്ളൂ. ഈ ഇരട്ട സംഖ്യയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഗുണനഫലം ഒരു കാരണവശാലും വരില്ല. കാരണം എന്താണ്? ഇരട്ട സംഖ്യകൾ 2 സംഖ്യകൾ നമ്മൾ ഗുണിക്കുമ്പോൾ ഇത് വരികയാണെങ്കിൽ അത് അഭാജ്യ സംഖ്യ തന്നെ അല്ല. മനസ്സിലായോ? അപ്പൊ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന അഭാജ്യ സംഖ്യകൾ 2 3 5 7 ഈ 4 സംഖ്യകൾ മാത്രമായിരിക്കും. ഗുണിച്ചാൽ ഈ ഒറ്റ സംഖ്യകളായ അഭാജ്യ സംഖ്യകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. രണ്ടക്ക സംഖ്യയിലോട്ട് കയറി കഴിഞ്ഞാൽ ഗുണനഫലം ലഭിക്കുകയില്ല. അപ്പൊ നമ്മൾ 2 3 5 7 ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത് വരും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, നമുക്കപ്പോ അത് എഴുതാം. നമ്പേഴ്സ് വിത്ത് products of the product of the digits being prime number. Okay, numbers with the product of the digits being prime number. അതായത് അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ വരുന്ന സംഖ്യകൾ. ഒന്നുകൂടെ പറയാം. അക്കങ്ങളുടെ ഡിജിറ്റ്സിന്റെ പ്രോഡക്റ്റ്, അക്കങ്ങളുടെ ഗുണനഫലം പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ വരുന്ന സംഖ്യകൾ. അത് ആരൊക്കെയായിരുന്നു അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ വരുന്ന നമ്പേഴ്സ്? നമുക്ക് നോക്കാം. ഏതെങ്കിലും നമ്പേഴ്സ് അല്ല, 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഇതിൽ ആരായിരുന്നു നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്? 12 13 പിന്നെ ആരാണ്? 15 17. ഓക്കെ. അടുത്ത ആരായിരുന്നു? 21 ഉണ്ടായിരുന്നു അല്ലേ? 22 23 ബാക്കി ഒരു സംഖ്യകളും ഉണ്ടായിരുന്നില്ല. അപ്പൊ 21. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഗുണിക്കുമ്പോ ഒറ്റ സംഖ്യകളായ അഭാജ്യ സംഖ്യകൾ മാത്രമേ വരുള്ളൂ. ഇനി 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 2 3 5 7 വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മളെ ആലോചിച്ച് നോക്കാം. 21 21 2 × 1 2 ആണ് ഉണ്ടാവും. ഇനി അടുത്ത 3 വരുന്നത് ആരാണ്? 31. 5 വരുന്നത് 51. 7 വരുന്നത് 71. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ഏത് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഡിജിറ്റുകൾ ഗുണിച്ചാലും അഭാജ്യ സംഖ്യകൾ വരില്ല. ഇനി അഥവാ അങ്ങനെ വരികയാണെങ്കിൽ അത് അഭാജ്യ സംഖ്യയല്ല. കാരണം അഭാജ്യ സംഖ്യ ആവണമെങ്കിൽ 1 ആ സംഖ്യയും മാത്രമല്ലേ ഗുണിക്കേണ്ടത്. അപ്പൊ ഇതല്ലാതെ ഇതിലെല്ലാം 2 3 5 7 ഗുണിച്ചാൽ വരുന്നത് കേട്ടോ. ഗുണനഫലം അഭാജ്യ സംഖ്യയായി വരുന്ന രണ്ടക്ക സംഖ്യകൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, their number, അവയുടെ എണ്ണം. എത്ര നോട്ട്? 1 2 3 4 5 6 7 8 എണ്ണമാണ് അങ്ങനെയുള്ളത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. അപ്പൊ ടോട്ടൽ നമ്പർ 90 അല്ലേ? ഗുണനഫല അഭാജ്യ സംഖ്യ വരുന്ന അടക്ക സംഖ്യകൾ 8. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ വിത്ത് പ്രോഡക്റ്റ് of the digits being prime number. Okay, അപ്പോ മലയാളം പഠിക്കാൻ എഴുതുക. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ വരുന്ന സംഖ്യ ലഭിക്കാനുള്ള സാധ്യത. അക്കങ്ങളുടെ ഗുണനഫലം പ്രോഡക്റ്റ് ആണ്. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത എത്രയാണ്? ഉത്തരം എന്താണ്? 8/90. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റുമോ? പറ്റും. 2 വെച്ച് വെട്ടാം. അപ്പൊ 4/8നെ 2 വെച്ച് വെട്ടുമ്പോ 4. 90നെ 2 വെച്ച് വെട്ടുമ്പോ 90ന്റെ പകുതി 45. 90നെ 2 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതിയാവും. അപ്പൊ 45 കിട്ടും. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 4/45 ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ.
ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇപ്പൊ രണ്ടക്ക സംഖ്യ, ഇനി അടുത്ത മൂന്നക്ക സംഖ്യ ആയാൽ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഓക്കെ, മൂന്നക്ക സംഖ്യ ആയാലും അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 2, 3, 5, 7 തന്നെ ആവണം. ഓക്കെ, ഇതിനപ്പുറം പോവില്ല. ആ രണ്ടക്ക സംഖ്യ ആവില്ല ഗുണിച്ചാൽ. അത് അങ്ങനെയാണ്. നമുക്ക് ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും ഇതിന്റെ രണ്ടക്ക സംഖ്യകളായ പ്രൈം നമ്പർ ലഭിക്കുകയില്ല. ഓക്കെ, മൂന്നക്കമാണെങ്കിലും. അപ്പൊ നമുക്ക് ആ മൂന്നക്ക സംഖ്യകൾ കണ്ടുപിടിക്കാൻ കഴിയും. മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആദ്യം നമുക്ക് ഈ സ്റ്റെപ്പ് എഴുതണം. ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ്. കിട്ടാൻ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ കുറയ്ക്കണം. ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ 99 ആണല്ലോ. കണ്ടോ, ഇവിടെ നമ്മൾ രണ്ടക്ക സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ കുറച്ചു. ഇവിടെ മൂന്നക്ക സംഖ്യകൾ ആകെ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ മൈനസ് ചെയ്യണം. അപ്പൊ ഉത്തരം 900 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആകെ മൂന്നക്ക സംഖ്യകൾ 900 എണ്ണമുണ്ട്. ഓക്കെ, അതില് നമുക്ക് ഈ സ്റ്റെപ്പ് എഴുതാം. നമ്പേഴ്സ് വിത്ത് പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് പ്രൈം നമ്പർ. 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്പേഴ്സ് വിത്ത് പ്രോഡക്റ്റ് ഓഫ് ദി അതായത് അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ വരുന്ന സംഖ്യകൾ. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ വരുന്ന സംഖ്യകൾ ആരൊക്കെയാണ്? എങ്ങനെയുള്ള സംഖ്യകളാണ് ഇനി എഴുതേണ്ടത്? 2 ഡിജിറ്റ് അല്ല, 3 ഡിജിറ്റ് വേണം എഴുതാൻ. ഓക്കെ, എളുപ്പമാണ്. നമ്മളിത് ഈ 2 ഡിജിറ്റ് കണ്ടതിന്റെ കൂടെ തന്നെ ഓരോ ഒന്ന് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതായത് 12 അല്ലേ, അപ്പൊ ഒരു ഒന്നുകൂടെ ഫ്രണ്ടിൽ ചേർത്താൽ 112. ശരിയല്ലേ? ഒന്നും കൂടെ ഗുണിച്ചാൽ 1 തന്നെ, 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2. ഇത് 3 കൂടെ പരസ്പരം ഗുണിക്കുമ്പോൾ ഓക്കെ എന്ത് കിട്ടും? 2 കിട്ടും. കണ്ടോ, 112. അടുത്ത സംഖ്യ ആരായിരിക്കും? 113 ആയിരിക്കും. കണ്ടോ, ഈ 13ന്റെ ഫ്രണ്ടിൽ ഒരു ഒന്നുകൂടെ ചേർത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇത് തൂക്കാതെ വെച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ 113. അടുത്തതാരായിരിക്കും? 115. അടുത്തത് 117. അടുത്തതാരാണ്? 121. അടുത്തത് 131, 151, 171. ഈ സംഖ്യകളല്ലാതെ മറ്റൊരു സംഖ്യകളും ഇല്ല. കണ്ടോ, ഇവയെല്ലാം ഗുണിക്കുമ്പോൾ ഇതിലെ അക്കങ്ങളെല്ലാം ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2, 3, 5, 7 ആയിരിക്കും. കണ്ടോ, ഒരു കാരണവശാലും ഇനി അങ്ങോട്ടുള്ള ഏത് മൂന്നക്ക സംഖ്യകളുടെ അക്കങ്ങൾ ഗുണിച്ചാലും ഈ രണ്ടക്കങ്ങളെ, അതായത് 7ന് മുകളിലുള്ള അഭാജ്യ സംഖ്യ നമുക്ക് ലഭിക്കുകയില്ല. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ആകെ ഇത് ലഭിച്ച സൂത്രം മനസ്സിലായല്ലോ. അതായത് നമുക്ക് ആദ്യം ലഭിച്ച 2 ഡിജിറ്റ് നമ്പറിന്റെ കൂടെ ഒരു 1 കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് എഴുതാം. അപ്പൊ ഇവയുടെ എണ്ണം എത്രയാണ്? അതും 8 എണ്ണം തന്നെയല്ലേ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ അവിടെ എഴുതണം വേറെ നമ്പർ. അവയുടെ എണ്ണം, ഇവയുടെ എണ്ണവും 8 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. അപ്പൊ ടോട്ടൽ നമ്പേഴ്സ് ഇവിടെ 900 ആണ്. അതില് ഗുണനഫല അഭാജ്യ സംഖ്യ വരുന്ന സംഖ്യകൾ 8 എണ്ണമാണ്. അപ്പൊ ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് a 3-digit number with product of the digits being prime number. ഓക്കെ, അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ വരുന്ന ഒരു മൂന്നക്ക സംഖ്യ ലഭിക്കാനുള്ള സാധ്യത എത്രയാണ്? മൂന്നക്ക സംഖ്യയുടെ എണ്ണം 8 ആണല്ലോ. ടോട്ടൽ 900 അല്ലേ? അപ്പൊ 8/900 നമുക്ക് 4 വെച്ച് വെട്ടി നോക്കാം. 8-നകത്ത് 4 2 പ്രാവശ്യം, 900-ന് 4 വെച്ച് വെട്ടുമ്പോ 9-ൽ 4 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 4 2 8, ശിഷ്ടം 1 ഉണ്ട്. 8 1 ആണല്ലോ 9. ആ 1 അപ്പുറത്ത് ഇടുമ്പോ 10. 10-ൽ 4 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. അപ്പൊ 4 2 8. ഇപ്പൊ 10-ൽ 8 പോയിട്ട് 9 10, 2 ശിഷ്ടം. ആ 2 അപ്പുറത്ത് എടുക്കുമ്പോ 20 ആവും. 20-ൽ 4 എത്ര തവണയുണ്ട്? 5 തവണ. ഓക്കെ, 4 20. അപ്പൊ 2/225 ആണ് ഇതിന്റെ ഉത്തരം. ഇനി ഇതിനെ ഷോർട്ട് ആക്കാൻ പറ്റത്തില്ല. 2 ഇരട്ട സംഖ്യയാണ്, 225 ഓഡ് നമ്പർ ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് വെട്ടിച്ചേർത്താക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം 2/225 ആണ്. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള 2 പകിടകൾ. പകിട എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മള്
ഏണി ബാമൊക്കെ കളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന 6 മുഖങ്ങളുള്ള രൂപയിൽ ഒരു ക്യൂബ്, അതാണ് പകിട. ഒന്നിച്ചുരുട്ടുന്നു. അങ്ങനെയുള്ള 2 പകിടകൾ ഒന്നിച്ചുരുട്ടുകയാണ്. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാകാം? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ്? ഇതാണ് ചോദ്യം. എല്ലാവരും എഴുതിയെടുക്കുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. 2 dice with faces numbered from 1 to 6 are rolled together. What are the possible sums? അത് രണ്ടും കൂടെ 2 ഡൈസ് ഒരുമിച്ച് റോൾ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ലഭിക്കാവുന്ന സംസ്, തുകകളുടെ പോസിബിൾ സംസ് ഏതൊക്കെയാണ്? സാധ്യതയുള്ള തുകകൾ ഏതെല്ലാമാണ്? വിച്ച് ഓഫ് ദീസ് സംസ് ഹാസ് ദ മാക്സിമം പ്രോബബിലിറ്റി? ഇതിൽ ഏത് സം ലഭിക്കാനാണ് കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്? ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവരും ചോദ്യം എഴുതുക. നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, 2 പകിടകൾ. ഈ പകിട ഞാനിപ്പോ പറഞ്ഞ സാധനമല്ലോ, നമ്മൾ ഏണി പാമ്പൊക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന 6 മുഖങ്ങളുള്ള ക്യൂബ് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൽ ഒരു മുഖത്തിൽ 1 ആണെങ്കിൽ രണ്ടാമത്തെ മുഖത്തിൽ 2, 3, 4, 5, 6 അങ്ങനെ 6 സംഖ്യയുടെ രൂപത്തിലുണ്ടാവും. അങ്ങനെ 2 ഒരുമിച്ചിട്ടാണ്. അപ്പൊ നമുക്കിവിടെ സൈഡിൽ ചെയ്തു നോക്കാം. ആദ്യത്തെ പകിടയിൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ പകിടയിലും 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ 6 സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഒരുമിച്ചുരുട്ടുക. അപ്പോ ലഭിക്കാൻ സാധ്യതയുള്ള തുകകൾ ഏതൊക്കെയായിരിക്കും? ഇപ്പൊ ആദ്യ പകിടയിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് 1. രണ്ടാമത്തെ പകിടയിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് 1. കണ്ടോ? ഓക്കെ, ഇതിനപ്പുറം വേറെ ചെറിയ സംഖ്യ ലഭിക്കാൻ സാധ്യതയില്ല 2. അപ്പൊ അതിന്റെ സമ്പത്തിലേക്ക് തുക എത്രയായിരിക്കും? 2. അപ്പൊ ലഭിക്കാൻ സാധ്യതയുള്ള തുകകളിലെ ഏറ്റവും ചെറിയ സംഖ്യ 2 ആയിരിക്കും. ഓക്കെ, ഇനി ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? ആദ്യ പകിടയിലെ ഏറ്റവും വലിയ സംഖ്യ 6 ആണ്. രണ്ടാമത്തെ പകിടയിലെ ഏറ്റവും വലിയ സംഖ്യ 6 ആണ്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? 12 ആയിരിക്കും. അപ്പൊ നമുക്ക് ലഭിക്കുന്ന തുക 2നും 12നും ഇടയിലെ ഏറ്റവും 2 മുതൽ 12 വരെയുള്ള സംഖ്യകളായിരിക്കും. അത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് മറ്റൊന്നുകൂടെ പറയാം. ഇങ്ങനെ എത്ര ജോഡികൾ ഈ 2 പകിടകൾ ഉണ്ടാകും? കണ്ടോ, ആദ്യ പകിടയിൽ 6 സംഖ്യകളുണ്ട്, രണ്ടാമത്തെ പകിടയിൽ 6 സംഖ്യകളുണ്ട്. അപ്പൊ 6 36 പേഴ്സ് ഉണ്ടാകുന്നുണ്ട് സംഖ്യകൾ. ശരിയല്ലേ? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 1 1 ഞാൻ ജോഡികൾ പറയുകയാണ്, എഴുതുന്നില്ല. 1 1 1 2 1 3 1 4 1 5 1 6 ഇതുപോലെ ഓരോ സംഖ്യയ്ക്കും അടുത്തത് 2 1 2 2 2 3 അങ്ങനെ പോകും. അതുപോലെ 3 1 3 2 അങ്ങനെ എഴുതിയാൽ ടോട്ടൽ എത്ര പേഴ്സ് ഉണ്ട്? അങ്ങനെ 6 സംഖ്യകൾ വരെ, ഈ 6 വരെയുള്ള സംഖ്യകളുടെ പേഴ്സ് എഴുതിക്കുക. ഇപ്പൊ ടോട്ടൽ എത്ര പേഴ്സ് ഉണ്ട്? 36 പേഴ്സ് എഴുതാൻ കുറെ സ്പേസ് വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം ടോട്ടൽ പേഴ്സ്, ആകെ ജോഡികൾ. ആകെ ജോഡികൾ എത്രയാണ്? 6 × 6 = 36 ജോഡികളുണ്ട്. ഓക്കെ, ഇനി തുക വരാവുന്ന സംഖ്യകൾ ആരൊക്കെയാണ്? തുക വരാവുന്ന സംഖ്യകൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു. 2 മുതൽ 12 വരെ. അതിന്റെ കാരണം മനസ്സിലായല്ലോ? ഏറ്റവും ചെറിയ സംഖ്യകളുടെ തുക 2 ആണ്, ഏറ്റവും വലിയ സംഖ്യകളുടെ തുക 12 ആണ്. അപ്പൊ 2 മുതൽ 12 വരെ. പോസിബിൾ സംസ്, സാധ്യമായ തുകകൾ. സാധ്യമായ തുകകൾ, അതായത് ഇങ്ങനെ ലഭിക്കുന്ന സംഖ്യകളുടെ തുകയായിട്ട് വരാൻ സാധ്യതയുള്ള സംഖ്യ. അപ്പൊ സാധ്യതയുള്ള തുകകൾ ഏതാണ്? പോസിബിൾ സംസ്, സാധ്യമായ തുകകൾ ഏതാണ്? 2 to 12. അതായത് 2 മുതൽ 12 വരെ. 2 3 4 5 6 12 വരെ എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ 2 to 12 എന്ന് എഴുതിയാൽ മതിയോ? ഓക്കെ, 2 മുതൽ 12 വരെ. ഓക്കെ, ഇനി ഇതിൽ ഓരോ സംഖ്യയും ലഭിക്കാനുള്ള സാധ്യത കണ്ടുപിടിക്കണം. അതായത് 2 ലഭിക്കാൻ സാധ്യത എത്രയുണ്ട്? 3 ലഭിക്കാൻ. 2 മുതൽ 12 വരെയാണല്ലോ. അപ്പൊ 3 ഉണ്ട്. ഇതിന് അടക്കമുള്ള സംഖ്യകൾ എല്ലാം ഉണ്ട്. 3 4 5 ഇങ്ങനെ ഓരോ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എഴുതാം. പേഴ്സ് വിത്ത് sum being 2. അതായത് തുക 2 വരുന്ന ജോഡികൾ. തുക 2 വരുന്ന ജോഡികൾ ഏതൊക്കെയാണ്? തുക 2 വരുന്ന ജോഡികൾ ഈ 1 1 മാത്രമല്ലേ ഉള്ളൂ. കണ്ടോ? വേറെ ഏതെങ്കിലും രീതിയിൽ വരുമോ? ആദ്യത്തെ പകിടയിലെ 1ഉം രണ്ടാമത്തെ പകിടയിലെ 1ഉം വേറൊരു രീതിയിലും ഇത് തുക 2 വരില്ല. അപ്പൊ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? അപ്പൊ അവയുടെ എണ്ണം their number എത്രണ്ണമാണ്? ഒരെണ്ണമാണ്. കേട്ടോ? അങ്ങനെ തുക 2 വരുന്ന ജോഡികൾ ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 2. കണ്ടോ? തുക 2 വരാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 2. തുക 2 വരാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ തുക 2 വരുന്ന ജോഡികൾ എത്രയാണ്? ഒരെണ്ണമേ ഉള്ളൂ. ടോട്ടൽ പേഴ്സ് എത്രയാണ്? 36. അപ്പൊ 36-ൽ 1 ആണ് അതിനുള്ള സാധ്യത. ഓക്കെ,
നമുക്ക് ആദ്യം മുതൽ അത് ഇവിടെ എഴുതി. അപ്പൊ 2 ലഭിക്കാനുള്ള സാധ്യത 1/36 ആണ്. കാരണം ഏറ്റവും അവസാനം ഏത് സാധ്യതയാണ് കൂടുതൽ നടക്കും നമുക്ക് ആദ്യം മുതലുള്ള സാധ്യതകൾ താരതമ്യം ചെയ്ത് നോക്കട്ടെ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസറിൽ ഞാൻ ഷോർട്ട് ആയിട്ട് അപ്പുറത്തോട്ട് എഴുതി വെക്കുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇപ്പൊ 3 സ്റ്റെപ്പ് ഇല്ലേ, ഇതുപോലെ ഓരോ സംഖ്യ എഴുതുന്നത് 2 മുതൽ 12 വരെയുള്ള സംഖ്യകൾക്ക് ഇതേപോലത്തെ സ്റ്റെപ്സ് ഉണ്ട്. ഇനി സെയിം സ്റ്റെപ്പ് ആണ് അടുത്തത്. ഈ 2ന്റെ സ്ഥാനത്ത് 3 വരും. അതേപോലെ തന്നെ സ്റ്റെപ്പ് ഒക്കെ എഴുതണം കേട്ടോ. പേയേഴ്സ് സംഖ്യ 3 വരുന്ന പേയേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. ആദ്യത്തെ പകടയിലെ 1ഉം രണ്ടാമത്തെ പകടയിലെ 2ഉം വരണം. അപ്പൊ 3ആവില്ലേ ജോഡി, തുക 3ആവില്ലേ. ഇനി വേറെ ഏത് സാധ്യതയുണ്ട്? തിരിച്ചു ആയില്ല. ആദ്യത്തെ പകടയിലെ 2ഉം രണ്ടാമത്തെ പകടയിലെ 1ഉം വന്നാൽ അപ്പൊ 1, 2, 2, 1 കേട്ടോ. ഇവയുടെ തുക എത്ര വരും? 3 വരുന്നു കേട്ടോ. 1, 2, 3, 2, 1, 3. ഇവിടെ തുകയാണ് കേട്ടോ. അപ്പൊ 2 എണ്ണമാണ്. അപ്പൊ their number. അവയുടെ എണ്ണം എത്രയാണ്? 2 എണ്ണമാണ്. നമുക്കിനി മൂന്നാം സ്റ്റെപ്പ് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീങ് 3. തുക 3 വരാനുള്ള സാധ്യത എത്രയാണ്? 2/36. എല്ലാം 36 തന്നെ എഴുതാം. ഷോർട്ട് ആക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ കമ്പയർ ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പൊ 2/36. അപ്പൊ 3 സംഭരാന സാധ്യത 2/36 ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് 4ന്റെ എഴുതാം. പേയേഴ്സ് വിത്ത് സം ബീയിങ് 4. തുക 4 വരുന്ന ജോഡികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. തുക 4 വരുന്ന ആരൊക്കെയാണ്? ആദ്യത്തേല് 1ഉം രണ്ടാമത്തേല് 3ഉം വന്നാൽ തുക 4 അല്ലേ. അപ്പൊ 1, 3. ഇനി അടുത്ത ആരാണ്? ആദ്യത്തേലെ 2ഉം രണ്ടാമത്തേലെ 2ഉം വന്നാൽ തുക 4 അല്ലേ. 2, 2. ഓക്കെ, ഇനി വേറെ എന്ത് സാധ്യത ഉണ്ട്? ആദ്യത്തേലെ 3ഉം രണ്ടാമത്തേലെ 1ഉം വന്നാൽ 3, 1. അപ്പൊ 3, 1. ഓക്കെ, അപ്പൊ 1, 3, 2, 2, 3, 1. വേറെ സാധ്യതയൊന്നും ഇല്ലല്ലോ. 4 വരുന്ന വേറെ സാധ്യതകളൊന്നുമില്ല. അപ്പൊ അവയുടെ എണ്ണം their number. അവയുടെ എണ്ണം എത്ര? 1, 2, 3 ജോഡികൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 4. അപ്പൊ തുക 4 വരാനുള്ള സാധ്യത എത്രയാണ്? 3 എണ്ണം അല്ലേ. അപ്പൊ 3/36. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം തുക 4 വരാനുള്ള സാധ്യത 3/36 ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് തുക 5 വരാനുള്ള സാധ്യത നോക്കാം. പേയേഴ്സ് വിത്ത് സം ബീയിങ് 5. തുക 5 വരുന്ന പേയേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 4ഉം ഉണ്ടോ, ഒന്നാമത്തെ ജോഡി. അടുത്ത ആരാണ്? 2ഉം 3ഉം. അടുത്ത 3ഉം 2ഉം. 5ആണല്ലോ. ഇനി അടുത്ത ആരാണ്? 4ഉം 1ഉം. ഇനി ഏതെങ്കിലും പേയേഴ്സ് ഉണ്ടോ? their number. അവയുടെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 5. ഉത്തരം എന്താണ്? 4/36. ഓക്കെ, അപ്പൊ 5 ലഭിക്കാനുള്ള സാധ്യത 4/36 ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് 6 ലഭിക്കാനുള്ള സാധ്യത നോക്കാം. പേയേഴ്സ് വിത്ത് സം ബീയിങ് 6. ഏതൊക്കെയാണ് തുക 6 വരുന്നത്? 1, 5. ഇനി ആരുണ്ട്? 2, 4, 3, 3. അടുത്തത് 4, 2, 5, 1. 5, 1, 6 അല്ലേ. ഇവിടെ എഴുതുന്ന എല്ലാം തുകകൾ 6 ലഭിക്കത്തക്ക രീതിയിലാണ്. തീർന്നു. ഇനി 6ന്റെ കൂടെ 1 കൂടിയാൽ 7 വരും. ഇപ്പൊ വരില്ല. അപ്പൊ ഇത്രയും സംഖ്യകളുണ്ട്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. their number സമം 5. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 6. അപ്പൊ 6 വരാനുള്ള സാധ്യത എത്രയാണ്? 5/36. അപ്പൊ 6 വരാനുള്ള സാധ്യത 5/36 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് 7ലേക്ക് പോകാം. പേയേഴ്സ് വിത്ത് പേയേഴ്സ് ആണ് കേട്ടോ. സം ബീയിങ് 7. തുക 7 വരുന്ന ജോഡികൾ. മലയാളം പഠിക്കാരെല്ലാം സെയിം പോലെ എഴുതണ്ട കേട്ടോ. അക്കം മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ തുക 7 വരുന്ന ജോഡികൾ 1, 6. അടുത്തതാരാണ്? 2, 5. 2, 5, 7 അല്ലേ. 3, 4. 3, 4 കൂടെ കൂടുമ്പോൾ 7 വരും. 4, 3. അടുത്തതാരാണ്? 4, 3, 5, 2. അടുത്തത് 6, 1.
തീർന്നല്ലോ. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എഴുതാൻ സാധ്യമല്ല. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 പെയേഴ്സ് ഉണ്ട്. അപ്പൊ their നമ്പർ 6 എണ്ണമാണ്. അതിന്റെ പ്രോബബിലിറ്റി നമ്പർ നമുക്ക് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 7. അപ്പൊ 7 തുക വരാനുള്ള സാധ്യത എത്രയാണ്? 6/36. 7 വരാനുള്ള സാധ്യത 6/36 ആണ്. ഓക്കെ, നമുക്ക് തൂക്കാം. അടുത്ത പേജിൽ എഴുതാം. അടുത്തത് പെയേഴ്സ് വിത്ത് സം ബീയിങ് 8. തുക 8 വരുന്ന പെയേഴ്സ് ആരൊക്കെയാണ്? 1 6 വരില്ല. ഓക്കെ, 2 6 വരില്ലേ? അപ്പൊ ആദ്യത്തത് 2 6 ആണ് കേട്ടോ. അടുത്തതാരാണ്? 3 5 വരില്ലേ? 3 5 8 ആണ് കേട്ടോ. 2 6 8 ആണ്, 3 5 8 ആണ്. ഇവിടെ 1 വെച്ച് വരില്ല. 1 6 ഇവിടുത്തെ ഏറ്റവും ചെറുതും അവിടുത്തെ ഏറ്റവും വരുന്നവരും പരമാവധി ലഭിക്കുന്ന 7 ആണ്. അപ്പൊ 8 1 കൊണ്ട് വരില്ല. അപ്പൊ നമുക്ക് 2 വെച്ച് തുടങ്ങാം. 2 6 8, 3 5 8. അടുത്താരാണ്? 4 4 8. ഓക്കെ, അടുത്തത് 5 3 8. അടുത്തത് 6 2 8. തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇനി സംഖ്യകൾ നമുക്ക് ലഭ്യമല്ല. അപ്പൊ their നമ്പർ, അവയുടെ എണ്ണം എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 5 എണ്ണമുണ്ട്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 8 5/36. ഓക്കെ, അപ്പോ 8ന്റെ പ്രോബബിലിറ്റി 5/36 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കത് ഫുൾ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ എഴുതാം. 6ന്റെ പ്രോബബിലിറ്റി 5/36 ആയിരുന്നു. 8ന്റെ പ്രോബബിലിറ്റി 5/36 തന്നെയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 9ലേക്ക് പോകാം. പെയേഴ്സ് വിത്ത് സം ബീയിങ് 9. 9 തുക വരുന്ന ജോഡികൾ. 9 തുകയായി വരുന്ന ജോഡികൾ, അല്ലെങ്കിൽ തുക 9 വരുന്ന ജോഡികൾ. ഏതൊക്കെയാണ് തുക 9 വരുന്ന ജോഡികൾ? 2 6 പറ്റില്ല. 2 6 8 ആണ്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. 3 6 9 അല്ലേ? കണ്ടോ? 3 6 9. അടുത്തത് 4 5 9. അടുത്തത് 5 4 9. അടുത്ത ആരുണ്ട്? 5 4 9. അടുത്ത 6 3 9. അപ്പൊ 4 ഇവിടെ തീർന്നു. ഇനി അപ്പുറത്തോട്ട് സംഖ്യ ഇല്ലല്ലോ. അപ്പൊ 4 പെയേഴ്സ് ആണ്. അപ്പൊ അവയുടെ എണ്ണം എത്രയാണ്? their നമ്പർ സമം 4 എണ്ണമാണ്. ഓക്കെ, നമുക്കിനി പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 9. ഉത്തരം 4/36 ആണ്. 4/36 ഇവിടെ 5ന്റെ വന്നില്ലേ? അത് തന്നെയാണ് 9ന് ലഭിക്കുന്നത്. കണ്ടോ? 4/30. 5ന്റെ പ്രോബബിലിറ്റി 4/36 ആയിരുന്നു. 9ന്റെ പ്രോബബിലിറ്റി 4/36 തന്നെയാണ്. ഓക്കെ, അടുത്ത 10ലേക്ക് പോകാം. പെയേഴ്സ് വിത്ത് സം ബീയിങ് 10. 10 തുകയായി വരുന്ന ജോഡികൾ. തുക 10 വരുന്ന ജോഡികൾ ഏതൊക്കെയാണ്? തുക 10 വരുന്നത്. ഇപ്പൊ 3 6 9 ആണ്. പിന്നെ 3 അടങ്ങില്ല. 4ൽ തുടങ്ങാം. 4 6 10 ആണ്. ഓക്കെ, അടുത്തത് ആരാണ്? 5 5 10 ആണ്. ഇനി അടുത്തത് 6 4 10 ആണ്. ഇത്രയല്ലേ ഉള്ളൂ. ഇനിയില്ല. അപ്പൊ അവയുടെ എണ്ണം 3 എണ്ണമാണ്. ഇത് 3. കണ്ടോ? അതായത് അവയുടെ എണ്ണം സമം 3. ഇപ്പൊ പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 10. തുക 10 വരാനുള്ള സാധ്യത എത്രയാണ്? 3/36 ആണ്. ഈ 36 മനസ്സിലായാലോ? 6 36 ടോട്ടൽ ആയിരുന്നു. 3/36. 3/36 തന്നെയല്ലേ? ഇത് തന്നെയാണ് ഏതിന്റെ ആൻസർ കിട്ടിയത്. അപ്പൊ 10 ലഭിക്കാൻ, തുക 10 ലഭിക്കാനുള്ള സാധ്യതയും 3/36 തന്നെയാണ്. ഇനി 2 എണ്ണം കൂടിയുണ്ട്. 11 12. അത് നമുക്ക് ചെയ്യാം. പെയേഴ്സ് വിത്ത് സം ബീയിങ് 11. അതായത് തുക 11 വരുന്ന ജോഡികൾ. ആരൊക്കെയാണ്? തുക 11 വരണം. അപ്പൊ 4 6 10 ആണ്. അപ്പൊ അതിൽ കൂടുതലാണ്. അപ്പൊ 4 വെച്ച് തുടങ്ങില്ല. 1 2 3 4 വരെ തുടങ്ങിയില്ല. 5 വെച്ച് തുടങ്ങാം. 5 6 11 അല്ലേ? 5 6 കൂടെ കൂടുമ്പോ 11 ആണ്. അടുത്തതാരാണ്? 6 5. തീർന്നു. ഈ 2 പെയേഴ്സ് അല്ലാതെ തുക 11 വരുന്ന മറ്റൊരു പെയർ ഇല്ല. ഓക്കെ, ഇപ്പൊ their നമ്പർ 2 എണ്ണമാണ്. 2 പെയർ അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 11. അപ്പൊ തുക 11 വരാനുള്ള സാധ്യത. തുക 11 വരാനുള്ള സാധ്യത എത്രയാണ്? സമം 2/36 ആണ്. ഇത് തന്നെയാണ് കിട്ടിയത്. ഇത് തന്നെയാണ് നമുക്ക് 11ന് ലഭിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എഴുതണമെന്നില്ല കേട്ടോ. ഞാനിത് ബോർഡ് തൂത്ത് എഴുതുന്നത് കാരണം പ്രീവിയസ് ആൻസർ ഏതാണെന്ന് അറിയാതെ പോകുമല്ലോ എന്ന് വിചാരിച്ച് അത് അറിയാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ചെയ്യണം. 12. കാരണം പോസിബിൾ സംസ് 2 to 12 ആണ്. അപ്പൊ 12 വരെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എഴുതേണ്ടത്. പെയേഴ്സ് വിത്ത് സം ബീയിങ് 12.
തുക 12 വരുന്ന ജോഡികൾ ആ ഒരെണ്ണേ കാണുള്ളൂ. 6 6 12. മറ്റേത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും 12 വരില്ല. അപ്പൊ ആ ഒരു പേരേ ഉള്ളൂ. അതാരാണ്? 6 6 ആണ്. their number. അവയുടെ എണ്ണം 1 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 12 എത്രയാണ്? 1/36 ആണ്. കണ്ടോ? അപ്പൊ ഇതല്ലേ ആൻസർ കിട്ടിയത്. ഇത് തന്നെ 12 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 2 മുതൽ 12 വരെയുള്ള തുക ലഭിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിൽ ഏത് പ്രോബബിലിറ്റിയാണ് ഏറ്റവും വലുത്? നോക്കൂ, 7ന്റെ അല്ലേ ഏറ്റവും വലുത്? 6/34. ബാക്കി എല്ലാത്തിനും ചെറുതാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതണം. സം വിത്ത് മാക്സിമം പ്രോബബിലിറ്റി. ഏത് സമ്മിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി? കേട്ടോ, സം വിത്ത് മാക്സിമം പ്രോബബിലിറ്റി. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏത് തുക വരാനായിരുന്നു സാധ്യത കൂടുതൽ? 7 ആയിരുന്നു. കണ്ടോ, കാരണം അതിന്റെ ഉത്തരം 36. ബാക്കി എല്ലാം 36, 5, 4, 3, 2 ഈ 6നേക്കാൾ കുറവായിരുന്നു. ഓക്കെ, ഇങ്ങനെ കമ്പയർ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ 36 തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. ഇപ്പൊ നമ്മൾ 4/36 വേണമെങ്കിൽ 1/9 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ കമ്പയറിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാവുമായിരുന്നു. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ 36 തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി സം വിത്ത് മാക്സിമം പ്രോബബിലിറ്റി, അല്ലെങ്കിൽ തുകയായി വരാൻ ഏറ്റവും സാധ്യതയുള്ള സംഖ്യ ഏതാണ്? 7 ആണ്. ഓക്കെ, ഇതോടെ ആൻസർ ഫിനിഷൻ. ഓക്കെ, എഴുതിയെടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ പുറമാവണി. ഇതോടെ ഈ പാഠത്തിലെ എല്ലാ കണക്കുകളും കഴിഞ്ഞു. നാളെ മുതൽ ഈ പാഠത്തിലെ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആരംഭിക്കുകയാണ്. എന്റെ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമന്റും ചെയ്യണം. പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്യണം. പുതിയ കണക്കുകളുമായി ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.